അപ്പോൾ ഇത് നമ്മുടെ ഈ ആഴ്ചയിൽ വന്ന നല്ല സുന്ദരിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള HF ജേഴ്സി ക്രോസ് ഇനത്തിൽപ്പെട്ട രണ്ടാം പ്രസവത്തിൽപ്പെട്ട പശുവാണ്. ദാ ഇപ്പോൾ പ്രസവിച്ചതേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഒരുപാട് ഈച്ചപ്പുള്ളി, ഇത് പല നാട്ടിലും പല പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈച്ചപ്പുള്ളി എന്നാ പറയുന്നത്. ഇപ്പൊ ഈച്ചപ്പുള്ളിയൊക്കെ ഉള്ള, കാരണം ഇത് വെള്ളം വീഴുമ്പോഴേ വിസിബിൾ ആവത്തുള്ളൂ. അപ്പം ഇത് കൂടുതലും മെജോറിറ്റി നിൽക്കുന്നത് HF ആണ്. നല്ല നമ്മുടെ ക്ലൈമറ്റുമായിട്ട് സെറ്റ് ആകുന്ന, നമ്മൾ കാമ്പി പിടിക്കുന്നതിനോ കറുത്ത കാമ്പൊക്കെ ഉള്ളതാണ്, നല്ല കാമ്പും നല്ല മടിക്കെട്ടും ഒക്കെ ഉള്ള പശുവാണ്. അപ്പൊ ഇതുപോലുള്ള പശുക്കളെ വേണ്ടവർ നമ്മുടെ വിഷ്ണു VS ഡയറി ഫാമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ ഈ പശു സെയിൽ ആയിട്ടില്ല, ആവശ്യക്കാർ വേഗം വിളിച്ചോളൂ. നമ്മുടെ ഫാം വരുന്നത് കൊല്ലം പരവൂരാണ്. നമ്മുടെ ഫാം വരുന്നത് HF ജേഴ്സി ക്രോസ് ഇനത്തിൽപ്പെട്ട 6 പല്ലുള്ള രണ്ടാം പ്രസവത്തിൽപ്പെട്ട ഒരു പശുവാണ്. അതാ ഇപ്പൊ അങ്ങോട്ട് പ്രസവിച്ചതേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നെറ്റിയിൽ ചുട്ടിയും കാലിലൊക്കെ വെള്ളയുള്ള നല്ല വെള്ളക്കുളമ്പുള്ള നല്ലൊരു പെൺകുട്ടിയെ പ്രസവിച്ചതേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണ്. അതുപോലെ ഈച്ചപ്പുള്ളി പല നാട്ടിലും പല പല പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഈ വിസിബിൾ ആവുന്നത് ഈ വെള്ളം വീഴുമ്പോൾ, നനയുമ്പോൾ മാത്രമേ വിസിബിൾ ആവത്തുള്ളൂ. ഈച്ചപ്പുള്ളിയൊക്കെ ഉള്ള നല്ല മെജോറിറ്റി HF കയറിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ടാം പ്രസവം പശുവാണ്. 5, 6 ഒന്നും പെറ്റതല്ല. വെറുതെ ഈ കമന്റ് ഇടുന്നവനൊക്കെ വെറുതെ കമന്റ് ഇടാം, മനസ്സിലല്ലേ? ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടി ഇതിന്റെ രാവിലത്തെ ഇതിന്റെ പ്രസവം എടുത്ത് ഇതിന് വെള്ളം കൊടുത്ത് ഇതൊക്കെ നോക്കുന്നവർക്കേ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അപ്പൊ ഇതുപോലുള്ള പശുക്കളെ വേണ്ടവർ നമ്മുടെ വിഷ്ണു VS ഡയറി ഫാം, കൊല്ലം പരവൂരുള്ള വിഷ്ണു VS ഡയറി ഫാമുമായിട്ട് കോൺടാക്ട് ചെയ്യുക.